വേനലവധി ആഘോഷമാക്കാൻ ജില്ലയിലെ എല്ലാ ഡിപ്പോകളിൽ നിന്നും KSRTC ഉല്ലാസയാത്ര സംഘടിപ്പിക്കുന്നു. ചെലവ് കുറഞ്ഞ രീതിയിൽ താമസ സൗകര്യങ്ങൾ ഉൾപ്പെടുത്തി ഒരു ദിവസ പാക്കേജ് മുതൽ 4 നാൾ നീളുന്ന ട്രിപ്പുകൾ വരെ ഈ പാക്കേജിലുണ്ട്. ഭക്ഷണ ചാർജ് ഉൾപ്പെടുത്തിയും അല്ലാതെയും കുറഞ്ഞ നിരക്കുകളാണ് ബഡ്ജറ്റ് യാത്രകൾക്കുള്ളത്. ഗവി, മാമലകണ്ഠം, മാങ്കുളം, ആനക്കുളം വഴിയുള്ള കാനനയാത്ര, പൊന്മുടി, തെന്മല, മലക്കപ്പാറ, ചതുരംഗപ്പാറ, മറയൂർ, കാന്തല്ലൂർ, മൂന്നാർ, വയനാട്, രാമക്കൽമേട്, വണ്ടർല, നെല്ലിയാൻപതി തുടങ്ങി ഉല്ലാസയാത്രകൾ, ആഡംബര കപ്പലിൽ അറബിക്കടലിൽ അസ്തമയ സൂര്യനെ കണ്ട് വിവിധങ്ങളായ കലാപരിപാടികളുമായി 5 മണിക്കൂർ, സാഗരറാണി, കൊച്ചി കായലിലൂടെയുള്ള യാത്രകൾ, ഒപ്പം കേരളത്തിലെയും പുറത്തെയും വിവിധ തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്കുള്ള യാത്രകളും ഈ അവധിക്കാലത്തുണ്ട്. KSRTCയുടെ നേതൃത്വത്തിൽ ഉല്ലാസയാത്രകൾ തുടങ്ങിയിട്ട് 2 വർഷമായി. വരുമാനത്തിനപ്പുറം സാധാരണക്കാർക്കും കുറഞ്ഞ ചെലവിൽ യാത്രാനുഭവം ലഭ്യമാക്കുകയാണ് ലക്ഷ്യം. അതിനിടെ KSRTC ബസ്സുകൾ അപകടത്തിൽപ്പെടുന്നത് പതിവായതോടെ പുതിയ നീക്കവുമായി കോർപ്പറേഷൻ രംഗത്ത്. ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറിന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് ഈ നടപടി ഉണ്ടായിരിക്കുന്നത്. KSRTC ബസ്സുകൾ ഉൾപ്പെടുന്ന അപകടങ്ങൾ കുറയ്ക്കുക ലക്ഷ്യമിട്ടാണ് സമഗ്ര കർമ്മ പദ്ധതി തയ്യാറാക്കിയത്. പലപ്പോഴും KSRTC ബസ്സുകളുടെ അമിത വേഗതയും അശ്രദ്ധയും വലിയ അപകടങ്ങൾക്ക് വഴിവെക്കുന്നുണ്ട് എന്ന വിമർശനം പൊതുവെ എല്ലായിടത്തു നിന്നും ഉയരുന്നുമുണ്ട്. ഇതുകൂടി കണക്കിലെടുത്താണ് ഇത്തരമൊരു നീക്കം. അതിനിടെ കഴിഞ്ഞ ദിവസം കോട്ടയം കളത്തിപ്പടിയിൽ വെച്ച് തിരുവല്ല ഡിപ്പോയിൽ നിന്നും മധുരയിലേക്ക് പോകുകയായിരുന്ന സൂപ്പർഫാസ്റ്റ് ഇടിച്ച് ബൈക്ക് യാത്രക്കാരനും മരിച്ചിരുന്നു. തുടർന്ന് കോർപ്പറേഷൻ DMDയുടെ നിർദ്ദേശപ്രകാരം നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ ഡ്രൈവറായ ബ്രിജേഷിന്റെയും അശ്രദ്ധയും അമിത വേഗതയുമാണ് അപകടത്തിന് കാരണമായതെന്ന് കണ്ടെത്തിയിരുന്നു. തുടർന്ന് ബ്രിജേഷിനെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരുന്നു. അതിനിടെ കേരളത്തിൽ ലൈസൻസ് എടുക്കുന്നവർ ലോകത്തെവിടെ ചെന്നാലും ലൈസൻസ് പാസ്സാവണം, അതാണ് ലക്ഷ്യമിടുന്നത് എന്ന് ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ പറഞ്ഞിരുന്നു. KSRTC CMD പ്രമോദ് ശങ്കറിന്റെ നേതൃത്വത്തിലാണ് KSRTC കർമ്മ പദ്ധതി തയ്യാറാക്കിയിട്ടുള്ളത്. ഇതിന്റെ ഭാഗമായി യൂണിറ്റ് തല ആക്സിഡന്റിന്റെ സമിതി രൂപീകരിച്ച് എല്ലാ ശനിയാഴ്ചകളിലും അപകട സംബന്ധമായ വിഷയങ്ങൾ വിലയിരുത്താനാണ് തീരുമാനം. യൂണിറ്റ് അധികാരി, ഗാരേജ് തലവൻ, വെഹിക്കിൾ സൂപ്പർവൈസർ, ജനറൽ കൺട്രോളിംഗ് ഇൻസ്പെക്ടർ, മോട്ടോർ വാഹന വകുപ്പിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ, സ്യൂട്ട് ക്ലാർക്ക് എന്നിവരാണ് യൂണിറ്റ് തല ആക്സിഡന്റ് സമിതിയിലെ അംഗങ്ങൾ. എല്ലാ മാസവും 3ാമത്തെ ശനിയാഴ്ച ചീഫ് ഓഫീസ് തലത്തിൽ രൂപീകരിക്കപ്പെട്ടിട്ടുള്ള സമിതിക്ക് മുൻപാകെ ഈ റിപ്പോർട്ട് സമർപ്പിക്കും. വലിയ അപകടങ്ങളും മരണം ഉൾപ്പെടുന്ന സംഭവിക്കുന്ന വേളയിലും യൂണിറ്റ് ഓഫീസർ, ഗ്യാരേജ് അധികാരി, ജനറൽ CI എന്നിവർ നേരിട്ട് ഹാജരായി വിവരങ്ങൾ ബോധ്യപ്പെടുത്തുകയും വേണം. ഇതുകൂടാതെ അപകടങ്ങൾ ഒഴിവാക്കാൻ കൂടുതൽ മുൻകരുതൽ സ്വീകരിക്കാനും തീരുമാനമെടുത്തിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി പരിശീലന പരിപാടികൾ ഉൾപ്പെടെ സംഘടിപ്പിക്കാനാണ് തീരുമാനം. ഒപ്പം വാഹനം സർവീസ് ആരംഭിക്കുന്നതിന് മുൻപേ തകരാറുകൾ ഉണ്ടോ എന്ന് പരിശോധിക്കാനും ആവശ്യമായ നടപടികൾ സ്വീകരിക്കാനും ഉത്തരവിട്ടിട്ടുണ്ട്. അതേസമയം ഡ്രൈവിംഗ് ലൈസൻസ് നിയമങ്ങൾ ഉൾപ്പെടെ കർശനമാക്കാനുള്ള തീരുമാനത്തിനിടയിലാണ് KSRTCയിലെ അപകട കണക്കുകളും മന്ത്രിയുടെ ശ്രദ്ധയിൽ വരുന്നത്. സംഭവം അറിഞ്ഞതിന് പിന്നാലെ വിഷയത്തിൽ അടിയന്തര നടപടിക്ക് മന്ത്രി ഗണേഷ് കുമാർ നിർദ്ദേശം നൽകിയിരുന്നു. ഇതിനു പിന്നാലെയാണ് കർമ്മ പദ്ധതി തയ്യാറാക്കിയത്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.